നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട വലിയ വാദപ്രതിവാദങ്ങൾ കഴിഞ്ഞ 8 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്നു. ദിലീപിനെ വിചാരണ കോടതി കുറ്റവിമുക്തനാക്കിയ മൊഴി വന്നതോടുകൂടി വീണ്ടും അതിലേറെ ശക്തിയോടെ വാദപ്രതിവാദങ്ങളായിരുന്നു. എന്നാൽ ഇന്നലെ മുതൽ അല്പം ശമനം വന്നിട്ടുണ്ട്. കേരളത്തിലെ ഓൺലൈൻ മാധ്യമങ്ങളും ചില സാമൂഹ്യ പ്രവർത്തകരും, അതിൽ പ്രത്യേകം എടുത്തു പറയാനുള്ളത് ശ്രീജിത്ത് പണിക്കർ അടക്കമുള്ളവർ, അനിൽ ഇമ്മാനുവൽ എന്ന മാധ്യമപ്രവർത്തകൻ ഒക്കെ തന്നെ ഈ വിധിയെ വിശകലനം ചെയ്തുകൊണ്ട് വളരെ വ്യക്തവും കൃത്യവുമായി വാദങ്ങൾ അവതരിപ്പിച്ചു തുടങ്ങിയതോടെ മുഖ്യധാരാ മാധ്യമങ്ങൾക്കും ആ വഴി തന്നെ വരേണ്ടി വന്നു. ഇതുവരെ ആ കോടതിയിൽ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയാതെ ദിലീപിനെ പ്രതിസ്ഥാനത്ത് നിർത്താൻ അന്വേഷണ സംഘം അടക്കമുള്ളവർ പരിശ്രമിച്ചിരുന്നുവെന്ന് നമുക്കറിയാം. ഈ അന്വേഷണ സംഘം ഇത്രയും പ്രമാദമായ ഒരു കേസിൽ ഈ അന്വേഷണ സംഘം ആകെ ഡിപ്പെൻഡ് ചെയ്തത് പൾസർ സുനിയാണ്. സത്യത്തിൽ അന്വേഷണ സംഘത്തലവൻ പൾസർ സുനിയാണോ എന്ന സംശയം നമുക്ക് തോന്നും. പൾസർ സുനിയും ബാലചന്ദ്രകുമാറുമായിരുന്നു ഓരോ കാലഘട്ടത്തിലും അന്വേഷണ ഉദ്യോഗസ്ഥരെ ലീഡ് ചെയ്തിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. രണ്ടുപേരും വിശ്വസനീയമായ ആൾക്കാരുമായിരുന്നില്ല. പൾസർ സുനിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നേരത്തെ മുതൽ പല കേസുകളിലും പ്രതിയായിരുന്ന ആളാണ്. ഈ കുറ്റകൃത്യത്തിൽ യാതൊരു മനസ്താപവുമില്ലെന്ന് പറയുന്ന ആൾ. ഇതിൽ ബലാത്സംഗത്തിനായുള്ള ഗൂഢാലോചന തെളിഞ്ഞു എന്ന് പറയുമ്പോൾ അത് തീർച്ചയായും ആ ഗൂഢാലോചന തെളിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി, ഒരുപക്ഷെ അറിവില്ലായ്മയാണോ എന്നറിയില്ല, ഭാഗ്യലക്ഷ്മിയൊക്കെ വന്നിരുന്ന് പറയുന്നത് ഗൂഢാലോചന തെളിഞ്ഞു എന്നുള്ളതാണ്. ഈ ഗൂഢാലോചന തെളിഞ്ഞു എന്ന് പറയുന്നത് 1 മുതൽ 6 വരെയുള്ള പ്രതികൾ ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെടാനായി അവർ നടത്തിയ ഗൂഢാലോചനയാണ്. അല്ലാതെ ദിലീപ് ഇതിൽ ഉൾപ്പെട്ടു എന്ന ഗൂഢാലോചനയല്ല. കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് സാമൂഹ്യ പ്രവർത്തകരും റിപ്പോർട്ടർ ചാനൽ അടക്കമുള്ളവരും, അത്തരത്തിലുള്ള ചില ആൾക്കാർ, ചില സ്ഥാപിത താല്പര്യക്കാർ ഈ വിഷയത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഒട്ടൊക്കെ അവർ വിജയിച്ചിട്ടുണ്ട്. കാരണം ഒരു വിവരവും ഇല്ലാത്ത ആൾക്കാർ ഇതൊക്കെ കേട്ടങ്ങ് വിശ്വസിക്കും. ഒരു സാമാന്യ യുക്തി പോലും ഈ വിഷയത്തിൽ ചിന്തിക്കാതെ മാധ്യമങ്ങൾ പറയുന്നത് അപ്പാടെ കണ്ണടച്ച് വിശ്വസിക്കുന്ന ആൾക്കാരെ കാണുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായി പറയുന്നത് 2 കാര്യങ്ങൾ. ദിലീപിന് ഏതെങ്കിലും തരത്തിലുള്ള വൈരാഗ്യം ഈ നടിയോടുണ്ട് എന്ന് സ്ഥാപിക്കാനായി അവർ പറഞ്ഞ ഒരു കാര്യം, ദിലീപിന് വൈരാഗ്യമുണ്ടാകാനുള്ള കാരണം മഞ്ജു വാര്യരുമായുള്ള കുടുംബജീവിതം തകർന്നു എന്നാണ്. അത് തകർക്കാനുള്ള കാരണമായി മാറിയത് ഈ നടിയാണ് മഞ്ജു വാര്യരോട് അത് പറഞ്ഞു കൊടുത്തു എന്നാണ്. അതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട് കാവ്യ മാധവനുമായി വർഷങ്ങളുടെ ബന്ധമുണ്ടായിരുന്നു ദിലീപിന്. അങ്ങനെയാണെങ്കിൽ വർഷങ്ങളുടെ ബന്ധമുണ്ടായിരുന്ന തൻ്റെ കാമുകിയെ സ്വന്തമാക്കി കഴിഞ്ഞ ശേഷം, അതായത് 2012 വിവാഹമോചനം നേടുന്നു, 2016 കാവ്യ മാധവനെ വിവാഹം കഴിക്കുന്നു, 2017 അതിനുശേഷം അതിൽ ഒരു തരത്തിലുള്ള നഷ്ടവും ദിലീപിന് വന്നിട്ടില്ല. ദിലീപിന് സാമ്പത്തികമായി നഷ്ടം ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. ദിലീപിൻ്റെ മകളെ ദിലീപിന് നഷ്ടപ്പെട്ടിട്ടില്ല. ദിലീപിൻ്റെ പുതിയ ഭാര്യയും മകളുമായി വളരെ സൗഹൃദത്തോടും സന്തോഷത്തോടും കൂടി കഴിയുന്നു. ഇങ്ങനെ ഇരിക്കുന്ന ദിലീപ് സിനിമയുടെ പീക്കിൽ നിൽക്കുന്നു. ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് അയാൾ ഒരു കൊട്ടേഷൻ കൊടുത്ത് മറ്റുള്ളവരെ തൊലയ്ക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ മറ്റുള്ളവരെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു എന്ന വാദം തന്നെ അപഹാസ്യമായ ഒരു വാദമായിരുന്നു. അപ്പോൾ ഈ ദിലീപിൻ്റെ അതൊന്ന്. 2, ഈ കേസ് ഏതാണ്ട് 8 വർഷത്തിന് ശേഷമാണ്, കേസ് തുടങ്ങിയ അന്ന് മുതൽ 8 വർഷത്തിന് ശേഷമാണ് പൾസർ സുനിക്ക് ജാമ്യം കിട്ടുന്നത്. ആ സമയങ്ങളിലാകുമ്പോഴത്തേക്കും ദിലീപ് താഴെ തട്ട് മുതൽ സുപ്രീം കോടതി വരെ പലതരത്തിലുള്ള ഹർജികൾ നൽകി. ഞാൻ മനസ്സിലാക്കുന്ന ചില ഭൂമികൾ വിറ്റ് പോലും ദിലീപിന് അഭിഭാഷകർക്ക് ഫീസ് നൽകേണ്ടി വന്നു എന്നുള്ളതാണ്. കാരണം ദിലീപ് ഇതിൽ പ്രതിയായി പോയതുകൊണ്ട് ദിലീപിന് ഈ പണം, കേസിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ പണം ചെലവാക്കിയേ കഴിയും. അതുകൊണ്ട് അഭിഭാഷകർക്ക് നല്ല റെമ്യൂണറേഷനാണ്, അവർക്ക് ഫീസ് കൊടുക്കണം. സുപ്രീം കോടതിയിൽ നിന്നൊക്കെ വരുന്ന അഭിഭാഷകർക്ക് മണിക്കൂറിന് ലക്ഷങ്ങളും അതുപോലെ തന്നെ അവരുടെ ഫ്ലൈറ്റ് ടിക്കറ്റും ഒക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് നഷ്ടങ്ങൾ അയാൾക്കുണ്ടായി. ഈ നഷ്ടങ്ങളെല്ലാം സഹിച്ച ശേഷം ദിലീപ് പൾസർ സുനിക്ക് പണം കൊടുത്തു, അല്ലെങ്കിൽ പൾസർ സുനിക്കുണ്ടായ സാമ്പത്തികം, പൾസർ സുനി ആ ജയിലിൽ നിന്ന് ഇറങ്ങി വന്ന ശേഷം ദിലീപ് പണം നൽകിയെന്ന തരത്തിൽ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത്. ഏത് തരത്തിലാണത് ശരിയാവുക? ദിലീപ് ഇത്രയും കാലത്തിന് ശേഷം പൾസർ സുനിക്ക് എന്തിന് പണം കൊടുക്കണം? ദിലീപ് ഒരിക്കലും, എനിക്ക് തോന്നുന്നില്ല, അങ്ങനെ ഒരു പണം നൽകി ഈ കേസ് സെറ്റിൽ ചെയ്യാൻ തീരുമാനിക്കുന്നു. ഇനി അഥവാ ആലോചിച്ച് നോക്കൂ, പൾസർ സുനി മൊഴി മാറ്റി എവിടെയും പറഞ്ഞിട്ടില്ല ദിലീപിന് വേണ്ടി. ആദ്യ അവസാനം ഈ ഘട്ടത്തിൽ പോലീസിനൊപ്പം നിന്നുകൊടുത്തു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
ഈ ഒരു അന്വേഷണവും ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടില്ല. ആദ്യത്തെ 3 മാസത്തെ അന്വേഷണം എന്ന് പറയുന്നത് പൾസർ സുനിയും ഈ 6 പ്രതികളിലേക്ക് മാത്രം ഒതുങ്ങി നിന്ന അന്വേഷണമായിരുന്നു. ആ 6ഉം അതിലിടയ്ക്ക് കിട്ടിയ കത്ത്, ആ കത്തിലാണ് ദിലീപ് പ്രതിയാകുന്നത്. എന്നാൽ ഈ സംഭവം നടന്ന സമയത്ത് പൾസർ സുനി വിളിച്ചു എന്ന് പറയപ്പെടുന്ന ശ്രീലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീയെക്കുറിച്ച് അന്വേഷണം നടത്തിയില്ല. ഒരു മാഡം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്ന ആ മാഡം ആരാണ് എന്ന അന്വേഷണം നടത്തിയില്ല. അതിനുശേഷം 2 കത്തുകൾ വരുന്നു. 2 കത്തിലെയും അക്ഷരങ്ങൾ പോലും 2 എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിൽ വളരെ ഒരു വ്യക്തതയുമില്ലാത്ത ചില കത്തുകൾ, അതും ആരാണ് അയക്കുന്നത് എന്ന് അതിലും പ്രധാനമായ കാര്യം. ഈ കേസിൻ്റെ അവസാന ഘട്ടം ദിലീപിനെ കൂടി പ്രതി ചേർത്ത് മുന്നോട്ട് പോകുമ്പോൾ 5 സ്ഥലത്ത് വെച്ച് ദിലീപിനെ കണ്ടു എന്ന് പറയുന്ന, ദിലീപും പൾസർ സുനിയും തമ്മിൽ കണ്ടു എന്ന് പറയപ്പെടുന്ന കാര്യങ്ങൾ, അതിലൊന്നും തന്നെ യാതൊരു എവിഡൻസും ഇല്ലാതെ, അതായത് എവിഡൻസ് ഇല്ല എന്ന് മാത്രമല്ല, ദിലീപ് താമസിച്ചിരുന്ന ഹോട്ടലിൽ പൾസർ സുനി ഇല്ലായിരുന്നു. കാരണം നടന്മാരും ഡ്രൈവർമാരും ഒരു ഹോട്ടലിലല്ല താമസിക്കുന്നത്. നമുക്ക് തന്നെ അറിയാം, ഒരിക്കലും ഒരു നടനെയും ഒരു ഡ്രൈവറെയും ഒരു ഹോട്ടലിൽ താമസിപ്പിക്കില്ല. നടന് കൊടുക്കുന്ന സൗകര്യം ഏത് ആൾക്കാരാണ് ഡ്രൈവർക്ക് കൊടുക്കുന്നത്. അപ്പം ഇങ്ങനെ യാതൊരു തരത്തിലും അവിടെ വെച്ച് ഗൂഢാലോചന നടത്തി, ഇവിടെ വെച്ച് ഗൂഢാലോചന നടത്തി എന്നൊക്കെ പറയുമ്പോൾ അതിന് വേണ്ട തെളിവുകൾ ശേഖരിക്കണമല്ലോ. അത്തരം തെളിവുകളൊന്നും തന്നെ ശേഖരിച്ചിട്ടുമില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് ഓരോ വിഷയവും നമ്മൾ പഠിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ പൊരുത്തപ്പെടുന്ന കാര്യങ്ങളില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ദിലീപ് ഈ കൃത്യത്തിൽ പങ്കെടുത്തിട്ടേ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഒരു കേസിൽ ഇത്രയധികം വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നത്. എങ്ങനെയാണ്? അന്വേഷണ സംഘം കൃത്യമായി അന്വേഷിച്ചിട്ടില്ല. ബൈജു പൗലോസ് അന്വേഷിക്കാതെ താൻ എല്ലാം അന്വേഷിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പ്രോസിക്യൂഷനും എല്ലാ കാര്യത്തിനും തെളിവുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പ്രോസിക്യൂഷനും രംഗത്ത് വരികയായിരുന്നു. ചില മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തി ദിലീപിനെ ബഹിഷ്കരിക്കാനും ജനങ്ങളെ കാണിച്ച് ഒരു വലിയ പ്രപ്പഗണ്ട ഉണ്ടാക്കി നീതിപീഠങ്ങളെ നിലയ്ക്ക് നിർത്താമെന്നും അല്ലെങ്കിൽ നീതിപീഠങ്ങളെ അതിനനുകൂലമായി വിധി എഴുതിക്കാമെന്നും വിചാരിച്ചവർക്കുള്ള തിരിച്ചടിയാണ് ഇതെന്ന് പറയേണ്ടിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ കേസിൽ അന്വേഷണ സംഘത്തലവനായ ബൈജു പൗലോസ് ആണോ ഈ കാര്യത്തിൽ ദിലീപിനെ സംരക്ഷിച്ചത് എന്ന് നമുക്ക് തോന്നും. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ബൈജു പൗലോസ് ഈ കേസിൽ ശരിയായ അന്വേഷണം നടത്തിയിട്ടില്ല. ദിലീപ് പറയുന്നത് ശരിയാണ്. ദിലീപിന് പ്രതിയാക്കാൻ വേണ്ടിയുള്ള അന്വേഷണമാണ് നടത്തിയിട്ടുള്ളത്, അല്ലാതെ യഥാർത്ഥ പ്രതികളെ കണ്ടെത്താനല്ല എന്ന് നമുക്കിപ്പോൾ ഈ കോടതിയുടെ ഓരോ ഫൈൻഡിങ്സും വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഒരുപാട് ജനങ്ങളെ പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കുകയാണ് മാധ്യമങ്ങളടക്കമുള്ളവർ. കോടതി വിധിയിൽ ഈ ഓരോ വിഷയങ്ങളും പ്രോസിക്യൂഷൻ ഉന്നയിച്ച ഓരോ വാദങ്ങളും ആ വാദങ്ങളിൽ എന്തൊക്കെയാണ് പൊരുത്തക്കേടെന്നും എന്തുകൊണ്ടാണ് അത് അംഗീകരിക്കാൻ കഴിയാത്തതെന്നും വളരെ വ്യക്തവും കൃത്യവുമായി എഴുതി വെച്ചിട്ടുണ്ട്. 100% അംഗീകരിക്കാൻ കഴിയാത്ത തെളിവുകളില്ലാത്ത ചില പറഞ്ഞു വെക്കുന്ന ചില സാധനങ്ങളല്ലാതെ പണം കൊടുത്തതിന് തെളിവില്ല. നാദിർ ഷാ കാറിൽ പോയി അവിടെ പോയി കൊടുത്തു, ഇവിടെ പോയി കൊടുത്തു, ഇതിനൊന്നും തെളിവില്ല. ആ സമയത്ത് നാദിർ ഷാ അവിടെ ഉണ്ടായിരുന്നോ? ആ സമയത്ത് നാദിർ ഷായുടെ ടവർ ലൊക്കേഷൻ എവിടെയായിരുന്നു? അവിടെ പൾസർ സുനിയുടെ ലൊക്കേഷൻ ഉണ്ടായിരുന്നു? ഇങ്ങനെയൊക്കെ കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഇതൊക്കെ കണ്ടുപിടിക്കാൻ 2-3 തവണ കോടതി രേഖയുമായി വരാൻ പറഞ്ഞ അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. കോടതിക്ക് ഫോൺ രേഖകൾ കൊടുക്കാതെ പലപ്പോഴും ഇത്തരത്തിലുള്ള ഒളിച്ചുകളികളൊക്കെ ഈ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ജഡ്ജിയെ പല രീതിയിലും പല ആൾക്കാരും കുറ്റപ്പെടുത്തുമ്പോൾ ഈ ജഡ്ജിക്ക് കഴിഞ്ഞ 8 വർഷത്തെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ജഡ്ജിക്ക് തീർച്ചയായും അറിയാം ഇത് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഈ വിധി പോകും എന്ന കാര്യം എല്ലാവർക്കും അറിയാം. ഈ വിധി അവിടെ പരിശോധിക്കപ്പെടുമെന്ന് അറിയാത്തതല്ല. അതുകൊണ്ട് തന്നെ ഒരു കാലത്തും 1% പോലും ഒരു പ്രശ്നവുമുള്ളൊരു വിധി എഴുതാൻ ഒരു ജഡ്ജിയും തയ്യാറാവില്ല. സത്യത്തിൽ ഇത് ജഡ്ജിമാരുടെ മൊറയിൽ തകർക്കുന്ന രീതിയാണ്. ഇപ്പോൾ പറയുന്നത് അതിജീവത പറഞ്ഞപ്പോൾ ജഡ്ജി എന്തുകൊണ്ട് പിന്മാറിയില്ല എന്നുള്ളതാണ്. അതിജീവത പറയുമ്പോൾ പിന്മാറേണ്ട ആളാണോ ജഡ്ജ്? ഈ 2 പ്രാവശ്യം ജഡ്ജിനെ മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലേക്കും അതിജീവത പോയിട്ടുണ്ട്. വേറെ ഏത് അതിജീവതയ്ക്കാണ് ജഡ്ജിയെ മാറ്റണം, ആ ജഡ്ജി വേണ്ട, ഈ ജഡ്ജി വേണം എന്നൊക്കെ പറയാൻ കഴിയുക? കേരളത്തിൽ എത്ര കേസുകളുണ്ട്? ഇനി അതും പോട്ടെ, ജഡ്ജി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവിടേക്ക് പോയപ്പോൾ സുപ്രീം കോടതിയും ഹൈക്കോടതിയും എന്തുകൊണ്ടാണ് അത് നടക്കില്ല എന്ന് പറഞ്ഞത്? ഇത്ര പ്രമാദമായ ഒരു കേസിൽ യഥാർത്ഥത്തിൽ ഈ ഏതെങ്കിലും തരത്തിൽ ജഡ്ജി മാറിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്രത്തോളം കൃത്യമായ ഒരു വിധി ഉണ്ടാകാനുള്ള സാധ്യതയില്ല. സത്യസന്ധമായ ഒരു വിധി ഉണ്ടാകാനോ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം 2-3 ജഡ്ജിമാർ മാറി മാറി കേൾക്കുമ്പോൾ ഇതൊരു വലിയ കേസാണ്,
സാധാരണ ഒരു കേസല്ല. 200-ലേറെ സാക്ഷികളുള്ള, അതുപോലെ തന്നെ മെറ്റീരിയൽ എവിഡൻസുകൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന അങ്ങനെ നിരവധി കാര്യങ്ങൾ ഈ വിഷയത്തിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഒരു ജഡ്ജ് തന്നെ കേൾക്കുന്നതാണ് അഭികാമ്യം എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ രീതി. ഓരോരുത്തർക്കും പറയുന്നതനുസരിച്ച് ജഡ്ജിയെ മാറ്റാനൊന്നും കഴിയില്ല. എനിക്ക് പറയാൻ കഴിയില്ല ഞാനൊരു കേസ് കൊടുത്തിട്ട് ഇന്ന ജഡ്ജ് മതിയെന്ന്. അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇത്രയധികം എവിഡൻസ് ഉണ്ടായിരുന്നു. കേരളത്തിൽ ഒരുപാട് കേസുകൾ പല കോടതികളിലും നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ആരും ഒരു പരാമർശവും നടത്തുന്നില്ല. ഇവിടെ ഇത്രത്തോളം തെളിവുകളുള്ള ഒരു കേസായിരുന്നെങ്കിൽ, കറക്റ്റായി ഒരു തെളിവെങ്കിലും കൃത്യമായി ഉണ്ടായിരുന്നുവെങ്കിൽ അത് തീർച്ചയായും ദിലീപിനെ കുടുക്കാനുള്ള തെളിവുകളായിരുന്നെങ്കിൽ തീർച്ചയായും അതിൽ വിധി മറ്റൊന്നാകുമായിരുന്നു. എന്നാൽ അതില്ലാത്തത് കൊണ്ട് തന്നെയാണ് കോടതി ഇവർ പറയുന്ന ഒരു കാര്യവും മുഖവിലയ്ക്ക് എടുക്കാത്തത് എന്ന കാര്യത്തിലും സംശയമില്ല. ഏതായാലും എന്തെങ്കിലും ഈ വിഷയത്തിൽ അന്വേഷണത്തിൽ പാകപ്പിഴ വന്നിട്ടുണ്ടെങ്കിൽ, ഇനിയും ദിലീപ് പ്രതിയാണെന്ന് ബൈജു പൗലോസ് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് ബൈജു പൗലോസിന്റെ തന്നെ അന്വേഷണത്തിന്റെ കഴിവില്ലായ്മയാണ് എന്ന് വിശ്വസിക്കേണ്ടി വരും. ബൈജു പൗലോസ് ആദ്യം മുതൽ ദിലീപിനെ പൂട്ടാൻ നിന്ന ആളാണ്. ബൈജു പൗലോസിന് ഈ കേസിൽ ഒരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നിട്ടും ദിലീപിനെ പൂട്ടാൻ കഴിഞ്ഞില്ലെങ്കിൽ ദിലീപ് ഈ കേസിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതായിരിക്കാം യാഥാർത്ഥ്യം. അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു വിധി വരാനുള്ള സാധ്യതയില്ല. ആ വിധിന്യായം 1712 പേജോളമുള്ള വിധിന്യായം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു തെളിവ്, ഒരു സിംഗിൾ തെളിവുകൾ പോലും ഇതിലില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ കോടതിക്ക് തെളിവുകൾ വേണമെങ്കിൽ അത് കൃത്യമായ തെളിവുകളാവണം. ഏതെങ്കിലും ഒരു ആൾക്കാർ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് പറയുന്നതല്ല തെളിവുകൾ. ഏതായാലും ഒരു കാര്യം ഞാൻ വ്യക്തമായും കൃത്യമായും ഇപ്പോഴും പറയുകയാണ്, ഭാരത് ലൈവിന്റെ ആദ്യം മുതൽ ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഞങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ പറയുന്നു, ഹൈക്കോടതിയിൽ നിന്നോ സുപ്രീം കോടതിയിൽ നിന്നോ മറിച്ചൊരു വിധി വരികയില്ല എന്ന് 100% ഉറപ്പാണ്. ആ ജഡ്ജ്മെന്റ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും അതുതന്നെയാണ്.